ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ കൊച്ചുകൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ കിഡ്സ് പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. എൻ്റെ ഒരു വാഞ്ചലിസ്റ്റ് ഷൈജു ജോർജ്. നിങ്ങളെവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു കൊച്ചു പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. സ്നേഹം നല്ല ദൈവമേ, അവിടുത്തെ തിരുസന്നിധി ഞങ്ങളെ താഴ്ച സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ പഠിക്കുവാൻ ദൈവമാക്കിയല്ലോ. തുടർന്ന് ഞങ്ങൾ പഠിക്കാൻ വന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ. നിൻ്റെ സാന്നിധ്യത്തെ നിറയ്ക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പഠിപ്പിക്കുന്ന അടിയനെയും നിൻ്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കണം. നല്ല രീതിയിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കണം. നിൻ്റെ നാമം മഹത്വപ്പെടണം. നിൻ്റെ രാജ്യം വരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജീസസിൻ്റെ സ്റ്റോറി കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ പുതിയ യേശുവിൻ്റെ സ്റ്റോറി നമുക്ക് കേൾക്കാം. ഓക്കെ, ആർ യു ഹാപ്പി ടു ലിസൺ ജീസസ് സ്റ്റോറി? ഓക്കെ, ഇഫ് യു ആർ ഹാപ്പി, ലെറ്റ് മീ ഷോ യു എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു നല്ല ആമേൻ ബാലനായിരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടു. യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചും സാത്താൻ യേശുവിനെ പരീക്ഷിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു അല്ലേ? എനിക്ക് തോന്നുന്നു ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു ന്യൂ സ്റ്റോറിയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ യേശു ഗലീലിയ കടൽക്കരയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു മുക്കുവൻ വല കഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിക്കിത്തിരക്കിൽ യേശുവിനെ അനുകരിച്ചുകൊണ്ടിരുന്ന ജനത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് സ്വസ്ഥമായി പ്രസംഗിക്കാനായിട്ട് യേശു ആ ബോട്ടിനെ തിരഞ്ഞെടുത്തു. ആ ബോട്ടിൽ നിന്ന് യേശു പ്രസംഗിച്ചു. യേശു പ്രസംഗിച്ചതിന് ശേഷം ആ പടകിലെ മുക്കുവനായ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നോക്കി വലയിറക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാത്രി മുഴുവൻ നാഥ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും ലഭിച്ചില്ലെങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ വാക്ക് കേട്ട് പത്രോസ് തൻ്റെ വലയിറക്കി. യേശു പറഞ്ഞ സ്ഥലത്ത് പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മീൻ പോലും ലഭിക്കാതിരുന്ന സ്ഥലത്ത് പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ ഇടയാക്കുക. നമ്മളും ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുമ്പോൾ, യേശു പറയുന്നതനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു ശൂന്യതകളെല്ലാം മാറ്റി അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനത്രേ. ഒരിക്കൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ ധാരാളം ജനങ്ങളായിരുന്നു. അവിടെ ആർക്കും കയറി വരുവാൻ മാത്രം ഒരു സ്ഥലമില്ലായിരിക്കുമ്പോൾ 4 പേര് ഒരു കൂട്ടുകാരനെ ഇങ്ങനെ കട്ടിലോടെ കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് പള്ളിയിലകത്ത് കയറാൻ വഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? മേൽക്കൂരൊക്കെ മാറ്റിയിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ആ പക്ഷപാതക്കാരനെ മേൽക്കൂരയിൽ താഴ്ത്തിറക്കി. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, സഹോദര, നിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സുഖമായി എഴുന്നേറ്റ് നടന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രോഗം പാപം കാരണമായിരുന്നു. ആ പാപത്തെ യേശു ക്ഷമിച്ചപ്പോൾ ആ മനുഷ്യന് സൗഖ്യം കിട്ടി. എന്നാൽ അവിടെ കൂടിയിരുന്ന പരീക്ഷന്മാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇതാരാണ് പാപങ്ങൾ ക്ഷമിക്കാനായിട്ട്? യേശുവിന് ആരാ ഇത് അധികാരം കൊടുത്തേ? അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കുവാനും അധികാരമുണ്ട്. കാരണം യേശു ദൈവപുത്രനാണ്. പാപികളെ രക്ഷിക്കുവാനായി ഭൂമിയിൽ വന്നു. പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശുവിന് അധികാരമുണ്ടെന്ന് കാണിച്ചു. യേശു ഒരു വലിയ ജ്ഞാനിയും ഉപദേശിയുമായിരുന്നു. യേശുവിൻ്റെ ഉപദേശം കേട്ട് ജനങ്ങൾ വിസ്മയിച്ചിരുന്നു പോകും. ഒരിക്കൽ യേശു മല ഉപദേശം എന്ന് പറഞ്ഞ് മത്തായി 5-ാം അധ്യായത്തിൽ മുതൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. യേശു വലിയ ജനക്കൂട്ടത്തോട് ഉപദേശിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദേശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നീതിമത്തെ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ് അവർക്കുള്ളത്. ഇങ്ങനെയൊക്കെ യേശു പ്രസംഗിച്ചു. അക്കൂട്ടത്തിൽ യേശു പറഞ്ഞ പ്രധാന 2 സന്ദേശങ്ങളാണ്: നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക, അതുപോലെ നിങ്ങൾ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ യേശുവിനെ പറയുവാനിടയായി. പ്രിയതജനമേ, യേശുവിനെ പോലെ ഈ ലോകത്ത് ഉപദേശം കൊടുത്ത ഒരു ജ്ഞാനിയും ഇല്ല. യേശുവിൻ്റെ ഉപദേശം വളരെ വിസ്മയമായ ഉപദേശമാണ്. എന്നും യേശുവിൻ്റെ വചനങ്ങൾ ഉപദേശിച്ച ഉപദേശങ്ങൾ ലോകത്തെങ്ങും പ്രസംഗിച്ചിട്ടുണ്ട്. യേശു നല്ലൊരു ഇടയൻ്റെ കഥ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നല്ല ഇടയൻ്റെ കഥ എന്താണ്? ഒരിക്കൽ ഒരു ഇടയന് 100 ആടുണ്ടായതിൽ ഒരു ആട് കാണാതെ പോയി. ആ കാണാതെ പോയി ആടിനെ കണ്ടെത്താനായിട്ട് 99നെയും ഒരു സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്താക്കിയിട്ട് ആ ഇടയൻ കാണാതെ പോയതിനെ തേടി കാട്ടിലേക്ക് പോയി. അതിനെ കണ്ടെത്തി അദ്ദേഹം സന്തോഷത്തോടെ മടങ്ങി വന്നു എന്ന് നാം കാണുന്നിട്ട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ ആട് കാണാതെ പോയിരുന്നു, അതിനെ ഞാൻ കണ്ടെത്തിയെന്ന്. അപ്പോൾ നമ്മുടെ യേശുവും ഒരു നല്ല ഇടയനാണ്. ഈ ലോകത്തിൽ വന്നത് കാണാതെ പോയവരെ തേടിയാണ്. യേശു
തൻ്റെ സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. ആമേൻ. കാണാതെ പോയ ജനത്തിൻ്റെ അടുക്കിലേക്കാണ് യേശു വന്നത് എന്ന് വചനത്തിൽ പറയുന്നു. യേശു കാണാതെ പോയ അനേകരെ കണ്ടെത്തി. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി നൗകയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റും തിരമാലകളും വന്നു. ശിഷ്യന്മാരെല്ലാം ഭയന്ന് പറിച്ചു. അപ്പോൾ യേശു പുറകിൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളൊക്കെ വരാം. പക്ഷേ നമ്മൾ എന്തിനാ സമയത്ത് യേശുവിനെ ഉണർത്തണം, പ്രാർത്ഥിക്കണം. യേശുവിനോട് പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഹിതമല്ലയോ? അപ്പോൾ യേശു പറഞ്ഞു, അപ്പോൾ വിശ്വാസികളെ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്തിനാ ഭീരുക്കളാവുന്നത് എന്ന് യേശു കാറ്റിലും കടലിലും ശാസിച്ചപ്പോൾ കാറ്റും കടലും അമർന്നു. പ്രതിജനമേ, നമ്മുടെ ദൈവം എത്ര അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ്. ശിഷ്യന്മാർ അമ്പരന്ന് പോയി. ഇതിൻ്റെ വാക്ക് കാറ്റും കടലും വരെ അനുസരിക്കുന്നല്ലോ. കാരണം യേശു സൃഷ്ടാവാണ്. യേശുവാണ് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും സൃഷ്ടിച്ചവൻ. അവൻ്റെ വാക്ക് പ്രകൃതി പോലും അനുസരിക്കുന്നു. അപ്പോൾ യേശുവിന് പ്രകൃതിയിന്മേൽ അധികാരമുണ്ട്, രോഗങ്ങളിന്മേൽ അധികാരമുണ്ട്, യേശുവിന് സാത്താൻ്റെ മേൽ അധികാരമുണ്ട്, യേശുവിന് പ്രകൃതിയിന്മേൽ അധികാരമുണ്ട്. ഓക്കെ. അപ്പോൾ യേശുവിന് മരണത്തിന് മേലും അധികാരമുണ്ട്. വേറൊരു സംഭവം ഉണ്ടായി. യായിറസ് എന്നൊരു മനുഷ്യൻ യേശു ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണു. അതാ, എൻ്റെ ഏക മകൾ മരിപ്പാറായിരിക്കുന്നു, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ യേശു അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. നല്ല ധനികയായിരുന്നു, ആരോഗ്യമുള്ളവളായിരുന്നു. എന്നാൽ അനേക വൈദ്യരുടെ മരുന്നെല്ലാം കഴിച്ച് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് വളരെ ക്ഷീണിത അവസ്ഥയിലായിരുന്നു. അവൾക്കൊരു ഹൃദയ വിശ്വാസം ഉണ്ടായി. അന്നത്തെ കാലത്ത് ഈ രക്തസ്രാവമുള്ളവർ എവിടെയെങ്കിലും ഇരുന്നാൽ, ആരെങ്കിലും തൊട്ടാൽ അതെല്ലാം അശുദ്ധമാവുമെന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാനോ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ വയ്യാത്തൊരവസ്ഥയിൽ അവളുടെ ഹൃദയത്തിൽ വിശ്വാസം വന്നു. ഈ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ വസ്ത്രത്തിൽ ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യമാവുമെന്ന് പറഞ്ഞ് ആ ജനക്കൂട്ടത്തിനിടയിൽ കൂടി നുഴഞ്ഞു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ തന്നെ അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു അത് അറിഞ്ഞു. യേശു തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്? എൻ്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ മറ്റുള്ളവരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ട് അവൾ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് തൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ 12 വർഷമായ നാഥാ, ഞാൻ രോഗിയായിരുന്നു, എന്നാൽ ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ വസ്ത്രത്തിൽ തൊട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് യായിറസിൻ്റെ വേലക്കാരൻ ഓടി വന്നിട്ട് പറയുകയാണ്, അയ്യോ നാഥാ, അങ്ങയുടെ മകൾ മരിച്ചുപോയി. എല്ലാവരും അവിടെ കരച്ചിലും ബഹളമാണ്. ഇനി യേശുവിനെ കൂട്ടിയിട്ട് പോയിട്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, യായിറസിൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. യേശു ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോടൊക്കെ പറഞ്ഞു, ബഹളം വെച്ചുകൊണ്ടിരുന്നവരുടെ കരച്ചിലൊക്കെ നിർത്തിക്കുക, എല്ലാവരും പുറത്തിറങ്ങി, ആ കുഞ്ഞ് ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു ആ പെൺകൊച്ചിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് അപ്പനെയും അമ്മേനെയും 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തളീത്താ കൂമി എന്ന് പറഞ്ഞു, പെൺകുട്ടി എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. ഉടനെ ആ പെൺകുട്ടി എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിച്ച് അപ്പനമ്മയ്ക്കോട് പറഞ്ഞു, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ നടന്ന സംഭവം ആർക്കും പറയരുതെന്ന് പറഞ്ഞു, പുറത്ത് ആരും അറിയരുതെന്ന് പറഞ്ഞു. എന്നാൽ പുറത്ത് വലിയ ജനക്കൂട്ടം ആ വിലാപഭവനത്തിൽ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ അകത്ത് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഥ തുറന്നപ്പോൾ ഈ കുഞ്ഞിന് ജീവനോടെ കണ്ടപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ആഹ്ലാദമായി. യേശുവിനെ പരിഹസിച്ചവരൊക്കെ അവിടെ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടു, യേശുവിന് മരണത്തിന്മേൽ അധികാരമുണ്ട്, യേശുവിന് പ്രകൃതിയിന്മേൽ അധികാരമുണ്ട്, യേശുവിന് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്, പാപങ്ങളുടെ മേൽ അധികാരമുണ്ട്. നമ്മുടെ യേശു ആമേൻ ഒരു അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ആമേൻ നല്ല ഇടയനാണ്. ആ യേശുവിൻ്റെ കുഞ്ഞാടുകളായി യേശുവിൻ്റെ വാക്കുകളനുസരിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മൾ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൊച്ചൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സ്റ്റോറി അവസാനിപ്പിക്കാം. സ്നേഹന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അവിടുത്തെ കർത്താവേ, വചനത്തിൽ നിന്ന് കർത്താവേ, യേശുവിൻ്റെ ജീവചരിത്രത്തിൽ നടന്നതായ സംഭവങ്ങളെ കഥരൂപത്തിൽ ഞങ്ങൾക്ക് പഠിക്കുവാനിടയാക്കിയല്ലോ. അവിടുന്ന് കർത്താവേ, സാത്താന് മേലും രോഗങ്ങളുടെ മേലും പാപങ്ങളുടെ മേലും പ്രകൃതിയിന്മേലും ഒക്കെ അധികാരമുള്ളവരെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി. ആ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ ആ സാധ്യതകളെ സാധ്യമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെയും നീക്കണമേ. കർത്താവേ, നീ ആമേൻ ആരെങ്കിലും രോഗാവസ്ഥയിൽ കിടക്കുന്നെങ്കിൽ കിടക്കുന്നെങ്കിൽ അവർക്ക് സൗഖ്യം വിടുതലും കൊടുക്കണമേ. നീ ഞങ്ങളുടെ ഭവനങ്ങളിൽ വരണം, സന്തോഷമുള്ള ഭവനമായി ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റണം, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം, ശൂന്യതകളൊക്കെയും മാറ്റണം. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. സീ യു നെക്സ്റ്റ് വീക്ക്. ആമേൻ. താങ്ക് യു വെരി മച്ച്. ബൈ.